തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൻ്റെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെറും 16 മാസം കൊണ്ട് സാധിച്ചെടുത്ത മാവേലിക്കരക്കാരൻ ഡോക്ടർ CO കരുണാകരൻ. കേരളത്തിൽ വാക്സിനുകൾ നിർമ്മിച്ച ഫാമിലി പ്ലാനിംഗ് തുടക്കം കുറിച്ച ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പളായിരുന്നു. ഡോക്ടർ CO കരുണാകരൻ്റെ അക്ഷീണമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ ആദ്യ മെഡിക്കൽ കോളേജിൻ്റെ ചരിത്ര പാരമ്പര്യം തിരുവിതാംകൂർ രാജവംശം 1948 ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നതോടെയാണ്. 6-ാം വയസ്സിൽ രോഗബാധിതനായി മരിച്ച കിരീടാവകാശിയായിരുന്ന അവിട്ടം തിരുനാളിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ആശുപത്രി സ്ഥാപിച്ചത്. നിലവിലെ ശ്രീ അവിട്ടം തിരുനാൾ SAT ഹോസ്പിറ്റൽ. SATയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതോടെ ഒരു മെഡിക്കൽ കോളേജ് കൂടി ഉണ്ടാകണമെന്ന ആശയം ഉണ്ടാവുകയും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് സ്പെഷ്യൽ ഓഫീസറായി ഡോക്ടർ CO കരുണാകരൻ നിയമിതനായി. മദ്രാസ് മെഡിക്കൽ കോളേജിൽ MBBS, കോയംബ്രിഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉപരിപഠനം, ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം ഇവയെല്ലാം പൂർത്തിയാക്കിയ ഡോക്ടർ 139 ഏക്കർ സ്ഥലത്ത് ആർക്കിടെക്ട് JA റിച്ചിയുടെ പ്ലാനിങ്ങിൽ 1950 മെഡിക്കൽ കോളേജിനായി തറക്കല്ലിട്ടു. അന്നത്തെ 1951 ഓഗസ്റ്റിൽ വെറും 16 മാസം കൊണ്ട് 60 വിദ്യാർത്ഥികളുമായി ആദ്യ ബാച്ച് പഠനം ആരംഭിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു മെഡിക്കൽ കോളേജ് രാജ്യത്തിന് സമർപ്പിച്ചത്. 1954 മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ നെഹ്റുവിൻ്റെ കൈ മുറിയുകയും ഡോക്ടർ R കേശവൻ നായർ ചികിത്സ നൽകുകയും ചെയ്തു. കേരളത്തിൻ്റെ ആദ്യ സിവിൽ സർജൻ കൂടിയാണ് ഡോക്ടർ R കേശവൻ നായർ. അങ്ങനെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ പേഷ്യൻ്റായി. കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം സ്വയം ത്യജിച്ച ഇദ്ദേഹം തൻ്റെ വിദേശ ബന്ധങ്ങൾ ഉപയോഗിച്ച് പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലൂമിങ്ങിനെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു.